ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ കണ്ടന്റ് എല്ലാവർക്കും ടൈറ്റിൽ നിന്ന് പിടിയിട്ട് കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചെറിയ രീതിയിലൊരു പോളിഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഷാമ്പു ഒക്കെ ഇട്ട് വണ്ടി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വണ്ടിക്ക് സ്ക്രാച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നല്ല ഉണങ്ങിയ ഒരു ടവൽ വെച്ച് നമുക്ക് വണ്ടി ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് വണ്ടി ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസ് എല്ലാവരും കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രാച്ചസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോളിഷിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മോട്ടോമാക്സിൻ്റെ ഈ ക്രീം പോളിഷാണ്. ഇതിന് ഏകദേശം 110 രൂപയോളം വില വരുന്നുണ്ട്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ക്രീം പോളിഷ് വെച്ച് പോളിഷ് ചെയ്യുമ്പോൾ മാക്സിമം മെറ്റൽ അല്ലെങ്കിൽ പെയിൻറ്റഡ് പാർട്സിന് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. റബ്ബർ പ്ലാസ്റ്റിക്കിനായിട്ട് നമുക്ക് ഈ കാണുന്ന ഇൻസ്റ്റാഷൈൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് മോട്ടോമാക്സിന് തന്നെ. ഇത് വേണം റബ്ബർ പാർട്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സിനൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ ക്രീം പോളിഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ പാർട്സൊക്കെ നല്ല ഷൈൻ ആവും. പക്ഷേ പ്ലാസ്റ്റിക് പാർട്സ് യൂസ് ചെയ്താൽ അത് ക്രീം ഉണങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്രീം പോളിഷിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു സ്പോഞ്ച് അവൈലബിൾ ആണ്. ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്രീം പോളിഷ് തുറന്നിട്ട് ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അടപ്പ് തുറന്നു. ഇതാണ് നമ്മുടെ പോളിഷ് ക്രീം. ഈ ക്രീം നമുക്ക് ആ സ്പോഞ്ച് കൊണ്ട് തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് വെച്ചിട്ട് ബോഡി തേച്ചിട്ട് പിന്നെ പോളിഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് തന്നെ എടുത്ത് അതുകൊണ്ട് തന്നെ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു ബോഡിയിൽ പാർട്ടിലൊക്കെ വേണ്ടി വരുമെന്ന്. അപ്പോൾ എടുത്ത് തേച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കണം. അതായത് എല്ലാത്തിടത്തും എത്തുന്ന പോലെ തന്നെ എത്ര നേരം നമ്മൾ പോളിഷ് ചെയ്യുന്നോ അത്രയും വണ്ടി ഷൈനി ആയിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മെറ്റൽ പാർട്സിലും പെയിൻറ്റഡ് പാർട്സിലും മാത്രം ഉപയോഗിക്കുക. ഈ റബ്ബർ പാർട്സിലൊന്നും അത് തേക്കരുത്. തേച്ച് കഴിഞ്ഞാൽ അത് വെളുത്തവിടെ ഇരിക്കും, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ടിരുന്ന് കഴിയുമ്പോൾ അതൊരു വെളുത്ത പാടായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ബോഡിയിലെല്ലാം ക്രീം തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഉണങ്ങിയ ഒരു കോട്ടൺ തുണിയുണ്ട്, നമ്മുടെ ആ ക്രീം നമുക്ക് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റുമ്പോഴും നല്ലതായിട്ട് റബ്ബ് ചെയ്ത് വേണം തുടച്ച് മാറ്റാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഷൈനാകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം എവിടെയൊക്കെ തേച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നമുക്ക് ആ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് തുടച്ചെടുക്കാം. കണ്ടാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ എന്ത് ഷൈനി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പാർട്സിലും ക്രീം അപ്ലൈ ചെയ്ത പാർട്സിലെല്ലാം നമുക്ക് അതുപോലെ തന്നെ പോളിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഷൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തിരുന്ന ക്രീമെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കാം. എല്ലാ പാർട്സും പോളിഷ് ചെയ്ത പാർട്സൊന്നും വിട്ടു പോകരുത്. എല്ലാ പാർട്സും ഇതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൈൻ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടോ എന്ത് ക്ലിയർ ആയെന്ന്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാർട്സ് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് ഈ ഇൻസ്റ്റാഷൈൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൺ ടൈം യൂസ് അല്ല, ഇത് നമുക്ക് റീയൂസബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്പോഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ സ്പോഞ്ചിന് ഓൾറെഡി ഒരു ലിക്വിഡ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് എടുത്തിട്ട് നമ്മുടെ ഏത് പാർട്ടിലാണ് നമുക്ക് പോളിഷ് ചെയ്യേണ്ടത് അതിൽ ചെറിയ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കവർ കളയരുത്, കവർ മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതൊരു റബ്ബർ പാർട്ടാണ്. അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. എനിക്കത് ഷൈനിങ് ആവുന്നത് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മെറ്റൽ പാർട്സിൽ ഉപയോഗിക്കാം, പക്ഷെ കൂടുതൽ എഫക്റ്റീവ് നമ്മൾ ക്രീം പോളിഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോ, കണ്ടോ ഇപ്പോൾ നമുക്ക് പോളിഷൊക്കെ കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻസ്റ്റൻറ്റ് ഷൈനും വെച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി ഒരു പുത്തൻ വണ്ടി പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഷൈൻ്റെ സ്പോഞ്ച് നമുക്ക് തിരിച്ച് കവറിലോട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ ക്രീം പോളിഷിൻ്റെ സ്പോഞ്ച് നമുക്ക് ഇതിൽ തന്നെ കഴുകി വെക്കാം. കഴുകിയിട്ട് ഉണക്കിയിട്ട് നമുക്ക് തിരിച്ച് ബോക്സ് വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈക്കുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്